സംസ്ഥാനത്ത് ഇന്നും അതിശക്തമായ മഴ തുടരും എന്നുള്ളതാണ്. വടക്കൻ കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ്. ഇന്ന് എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും 11 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. മലയോര മേഖലകളിൽ മഴ കനത്തേക്കും. മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് നാളെ വരെ തുടരും. അതേസമയം കനത്ത മഴയെ തുടർന്ന് സാങ്കേതിക സർവകലാശാല ഇന്നത്തെ പരീക്ഷകൾ മാറ്റിവെച്ചു. കോഴിക്കോട് നിന്ന് AK അഭിലാഷും തിരുവനന്തപുരത്ത് നിന്ന് ഗോപാൽ ശീലാസനിലും കൊച്ചിയിൽ നിന്ന് അർജുൻ മട്ടന്നൂരുമാണ് ചേരുന്നത്. ആദ്യം AK അഭിലാഷിലേക്കാണ്. അഭിലാഷ്, ഇന്നലേക്ക് കൊച്ചിയിൽ വലിയ തരത്തിലുള്ള മഴയുണ്ടായിരുന്നു രാത്രിയൊക്കെ. കോഴിക്കോട്ടെ സാഹചര്യം എന്താണ്? കനത്ത മഴയാണോ? എന്തെങ്കിലും നാശനഷ്ടം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ? ഇന്നലെയും ഇന്നുമൊക്കെ മഴ മുന്നറിയിപ്പുണ്ട്. ഓറഞ്ച് അലർട്ടാണ് കോഴിക്കോട് അടക്കമുള്ള മലയോര മേഖല അല്ല മലബാർ മേഖലകളിൽ. പക്ഷേ കാര്യമായ മഴ ഇന്നലെ കോഴിക്കോട് നഗരത്തിലോ മറ്റു പ്രദേശങ്ങളോ ഒന്നും പെയ്തിരുന്നില്ല. പക്ഷേ ഇന്നലെ രാത്രി മുതൽ പല സ്ഥലങ്ങളിലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ മലയോര മേഖലയടക്കം മഴ പെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ കോഴിക്കോട് നഗരത്തിലെ തീരപ്രദേശങ്ങളിലുമൊക്കെ ഇപ്പോൾ മഴ പെയ്തു തുടങ്ങിയിട്ടുണ്ട്. അതായത് ഇന്നലെ മഴ ഉച്ചയ്ക്ക് ശേഷം വലിയ തരത്തിൽ മഴയുണ്ടായിട്ടില്ലെങ്കിൽ ഇന്നിപ്പോൾ കാലാവസ്ഥയുടെ സ്വഭാവം മാറുന്നു. മഴ ശക്തമാവുന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ ലഭ്യമാവുന്നത്. അതേസമയത്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങളടക്കം നിലവിലുണ്ട്. മലയോര മേഖലകളിൽ ഇത്തരത്തിൽ രാത്രി അടക്കമുള്ള കാര്യങ്ങളിൽ നിയന്ത്രണമുണ്ട്. അതോടൊപ്പം തന്നെ മത്സ്യബന്ധന മേഖലയിലടക്കം ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ നിലനിൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും മഴ ശക്തമാവുന്നു എന്നതിന്റെ സൂചനകൾ തന്നെ വരുന്നു. ഇന്ന് രാവിലെ മുതൽ മഴയാണ് കോഴിക്കോട്ടെ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്. യെസ്, അതാണപ്പോൾ രാവിലെ മുതൽ തന്നെ മഴയത്ത് നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുകയാണ് നമ്മുടെ റിപ്പോർട്ടർമാർ. കോഴിക്കോട് നിന്നേക്ക് അഭിലാഷാണ് ഇപ്പോൾ വിവരങ്ങൾ നൽകിയത്. ഇനിയിപ്പോൾ ഗോപാൽ ശിലാസനൽ, ഗോപാലിലേക്ക് പോവാം. ഗോപാൽ, അപ്പോൾ ഇന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 14 ജില്ലകളിലും മുന്നറിയിപ്പുണ്ടല്ലേ? അതെ ശിവ, സംസ്ഥാനത്ത് ഇന്ന് എല്ലാ ജില്ലകളിലും മഴ തകർത്തു പെയ്യും എന്നതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ് പ്രകാരം നമുക്ക് വിശദമാക്കാൻ സാധിക്കുന്നത്. 3 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. അതായത് മലബാർ മേഖലയിൽ കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ് എന്നീ 3 ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലർട്ട് നൽകിയിരിക്കുന്നത്. ബാക്കി 11 ജില്ലകളിലും യെല്ലോ അലർട്ട് നൽകിയിരിക്കുന്നു. ഈ 14 ജില്ലകളിലും ഇതുമായി ബന്ധപ്പെട്ട ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ഈ അറിയിപ്പിൽ സൂചിപ്പിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും പുതുതായി ഇന്ന് രാവിലെ 4:30 വന്ന കാലാവസ്ഥാ വകുപ്പിന്റെ നിർദ്ദേശപ്രകാരം അടുത്ത 3 മണിക്കൂർ, അതായത് 7:30 മണി വരെ സംസ്ഥാനത്തെ 7 ജില്ലകൾ, അതായത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം എന്നീ 7 ജില്ലകളിൽ അതിതീവ്രമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ആ 3 മണിക്കൂറത്തേക്ക് മാത്രം അവിടെ ഓറഞ്ച് അലർട്ടാണ് ഇപ്പോൾ നിലവിൽ നൽകിയിരിക്കുന്നത്. ഈ മഴയോടൊപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റിനും ഇടിമിന്നലിനുമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലയിൽ താമസിക്കുന്നവർ കൃത്യമായി ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട് എന്നതാണ് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശത്തിൽ പറയുന്നത്. കാരണം ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ എന്തെങ്കിലും തരത്തിലേക്ക് അപകട സാധ്യതയുണ്ടെങ്കിൽ അത് കൃത്യമായി തന്നെ ബന്ധപ്പെട്ട അധികൃതരുമായി അറിയിക്കണം. അധികൃതരുടെ എല്ലാത്തരം നിർദ്ദേശങ്ങളും പാലിക്കണമെന്ന് സൂചിപ്പിക്കുന്നു. കൂടാതെ തീരമേഖലകളിൽ താമസിക്കുന്നവർ കൃത്യമായി തന്നെ മുൻകരുതലുകൾ പാലിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിശക്തമായ കാറ്റും ഉയർന്ന തിരമാലകൾക്കുമുള്ള സാധ്യതയാണ് ഈ സമയം പ്രവചിക്കപ്പെടുന്നത്. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ ഈ സമയം ശക്തമായ കാറ്റ് വീശിയേക്കാം. അതുകൊണ്ട് തന്നെ തീരമേഖലയിൽ താമസിക്കുന്നവർ എന്തെങ്കിലും തരത്തിലേക്കുള്ള അപകട സാധ്യതയുണ്ട് എങ്കിൽ ഒരു തരത്തിലേക്കുമുള്ള വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത് എന്നാണ് അറിയിക്കുന്നത്. അതുകൂടാതെ കേരള, കർണാടക, ലക്ഷദ്വീപ്, തമിഴ്നാട് തീരങ്ങളിൽ ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നത് വരെ, അതായത് നാളെയാണ് ഏറ്റവും അവസാനമായി ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് പ്രകാരം കടലിൽ മത്സ്യബന്ധനത്തിന് പോകരുത് എന്ന് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മത്സ്യബന്ധനത്തിന് ഒരു മത്സ്യത്തൊഴിലാളികളും ഈ തീരങ്ങളിലേക്ക് പോകരുത് എന്നതാണ് അറിയിച്ചിരിക്കുന്നത്. കൊങ്കൺ തീരത്തിന് മുകളിലായി നിലനിൽക്കുന്ന ഒരു ന്യൂനമർദ്ദ പാത്തിയും കിഴക്കൻ കർണാടക തീരത്തിന് മുകളിലുള്ള ഒരു ചക്രവാത ചുഴിയുമാണ് ഈ മഴ കനക്കാനുള്ള സാധ്യത കാരണം എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി നമുക്ക് കാലാവസ്ഥാ വകുപ്പിൽ നിന്ന് ലഭിക്കുന്ന വിശദീകരണം. എന്താണെങ്കിലും ഇത് മാത്രമല്ല, ഇടിമിന്നൽ സാധ്യത കൂടി ഉള്ളതിനാൽ തുറസായ പ്രദേശങ്ങളിലേക്ക് പോകുന്നവർ കൃത്യമായി ഒരു ജാഗ്രത പാലിക്കേണ്ടതായിട്ടുണ്ട്. ഇന്നലെ ഈ മഴയുടെ ശക്തി കണക്കാക്കിക്കൊണ്ട് പൊന്മുടി എക്കോ ടൂറിസം ഇതിനോടകം തന്നെ അടച്ചിട്ടുണ്ട്. കാരണം മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ സാധ്യതയൊക്കെ ഈ മേഖലയിലെ ചില പ്രദേശങ്ങളിലുണ്ട്. അതുകൊണ്ട് തന്നെ അപകട സാധ്യത കണക്കിലെടുത്തുകൊണ്ട് പൊന്മുടി എക്കോ ടൂറിസം അടച്ചിരിക്കുകയാണ്. കൂടാതെ സാങ്കേതിക സർവകലാശാല ഇന്നേ ദിവസം നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിയിട്ടുണ്ട്. ഇനിയൊരു അറിയിപ്പ് ഔദ്യോഗികമായി തന്നെ വെബ്സൈറ്റ് വഴി ഈ പരീക്ഷകൾ എന്ന് നടക്കുമെന്ന് സംബന്ധിച്ച് ഉണ്ടാകുമെന്നും സാങ്കേതിക സർവകലാശാല അറിയിച്ചു. ശരി, മഴ മുന്നറിയിപ്പും ഒപ്പം നിർദ്ദേശങ്ങളും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ച നിർദ്ദേശങ്ങളുമാണ്
ഗോപാൽ സനൽ പങ്കുവെച്ചു. ഇനി അർജുൻ മട്ടന്നൂരിലേക്കാണ്. അർജുൻ, കൊച്ചിയിലെ സാഹചര്യം എന്താണ്? കൊച്ചിയിൽ ഇന്നലെ രാത്രി മുഴുവൻ നല്ല രീതിയിൽ മഴ പെയ്തിട്ടുണ്ട്. ഇന്ന് രാവിലെയാണ് മഴയ്ക്ക് ഒരു നേരിയ ശമനം എന്ന് പറയാൻ സാധിച്ചത്. പലയിടത്തും ഇതിനകം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ടാകാം. നിലവിലെ സാഹചര്യം എന്താണ് അർജുൻ? ശ്രുതി, കൊച്ചിയിലും പ്രത്യേകിച്ച് മധ്യ കേരളത്തിലും ഇന്നലെ രാത്രി ഇടവിട്ട് പരക്കെ മഴ പെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ഇന്നലെ രാവിലെ മുതൽ തന്നെ മഴയുണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രിയോടുകൂടി പലയിടത്തും ശക്തമായ മഴ പെയ്തു. എന്തായാലും നേരം പുലരുമ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് പൊതുവെ എറണാകുളത്തും കൊച്ചിയിലും അടക്കം ഇപ്പോൾ ദൃശ്യമാകുന്നത്. പക്ഷേ മലയോര മേഖലകളിൽ ചിലയിടത്ത് ഇപ്പോഴും ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട് എന്നതാണ് വിവരം. എന്തായാലും കർശനമായ ജാഗ്രതാ നിർദ്ദേശം നേരത്തെ തന്നെ ജില്ലാ ഭരണകൂടവും ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകുകയും ചെയ്തിരുന്നു. പ്രത്യേകിച്ച് മലയോര മേഖലയിലേക്കുള്ള യാത്ര ചെയ്യുന്നവരടക്കം ശ്രദ്ധിക്കണം എന്ന നിർദ്ദേശമാണ് നൽകിയിരുന്നത്. ഇന്നലെ ശക്തമായ മഴ പെയ്തപ്പോൾ ഇന്നലെ രാവിലെ ആലുവക്കടുത്തുള്ള ചെങ്ങമനാട് ഒരു കിണറിടിഞ്ഞു താഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നലെ രാത്രി അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ അത്തരത്തിൽ കാര്യമായ അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും നേരം പുലരുമ്പോൾ ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയാണ് കൊച്ചി നഗരത്തിലടക്കം ദൃശ്യമാകുന്നത്. പക്ഷേ മലയോര മേഖലയിലടക്കം ഇപ്പോഴും ഇടവിട്ട് പരക്കെ മഴ പെയ്യുന്നുണ്ട് എന്നതാണ് വിവരം. ശരി, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മഴ മുന്നറിയിപ്പുണ്ട്. 3 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത്. 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് ഉണ്ട്. ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ തിരുവനന്തപുരത്തെയും ഒപ്പം കൊച്ചിയിലെയും കോഴിക്കോട്ടെയും വിവരങ്ങളാണ് നമ്മുടെ റിപ്പോർട്ടർമാർ പങ്കുവച്ചത്.